കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറബിക്കടലിൽ കപ്പൽ മുങ്ങുന്നു, കപ്പലിൽ പോകുന്ന ലഗേജ് പൊട്ടിത്തെറിക്കുന്നു. ഇന്നിതാ നമ്മുടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ലണ്ടനിലേക്ക് പറക്കുന്നതിനിടയിൽ ഗുജറാത്തിൽ വെച്ച് അഗ്നിഗോളമായി മാറിയ സിറ്റുവേഷനാണ്. 242 പേരുമായിട്ട് പറന്നുയർന്ന ആ വിമാനം പറന്നുയർന്ന് മണിക്കൂറുകൾ പോലും തികയുന്നതിനുള്ളിൽ ഒരു അഗ്നിഗോളമായി മാറുന്നത് നമ്മളെല്ലാവരും കണ്ടു. അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ സങ്കടത്തോടെയാണ്. പക്ഷെ അതിനകത്ത് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അതെന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. എന്തുകൊട്ടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഒരു ആൻസർ വരുന്നത് അദ്ദേഹം രക്ഷപ്പെട്ട മനുഷ്യൻ എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത് ഉപയോഗിച്ച് അതിലൂടെ രക്ഷപ്പെട്ട കാര്യം. ഞാനൊരു വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ വിമാനം, അതായത് എയ്റോപ്ലെയിൻ ഒരു വാഹനവും ഞാൻ ചെയ്യണത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റുമാണ്. അപ്പോൾ എമർജൻസി എക്സിറ്റ് എന്നതിൻ്റെ ആവശ്യകതയും ഉപയോഗിക്കേണ്ട രീതിയും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഒരുപക്ഷെ അത് അറിഞ്ഞിരുന്നെങ്കിൽ, ഒരുപക്ഷെ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നെങ്കിൽ കൂടുതൽ ജീവനുകൾ ഇന്ന് രക്ഷപ്പെട്ടാൻ എന്നെനിക്ക് തോന്നി. മരണപ്പെട്ട എല്ലാവരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു. എൻ്റെ പേരിലും ഓട്ടോമോട്ടീവ് കുടുംബത്തിൻ്റെ പേരിലും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഒരു അപകടം വന്നാൽ അതെങ്ങനെ ഫേസ് ചെയ്യണം, ഒരു അപകടം നടന്നാൽ എമർജൻസി എക്സിറ്റ് എങ്ങനെ ഉപയോഗിക്കണം, അതിലൂടെ രക്ഷപ്പെടണമെന്ന് എല്ലാം നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ ഓരോ വാഹനങ്ങളിലെ എമർജൻസി എക്സിറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നത് ബേസ് ചെയ്ത് റീൽസായോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് കിട്ടണ പരിമിതമായ അറിവുകൾ വെച്ച് ഞാൻ എൻ്റേതായ രീതിയിൽ വീഡിയോസ് ചെയ്തിരുന്നതായിരിക്കും. അപകടങ്ങൾ ആർക്കും വേണമെങ്കിൽ എപ്പോഴും സംഭവിക്കാം. ഒരുപക്ഷെ എനിക്കും സംഭവിക്കാം, കാണാൻ നിങ്ങൾക്കും സംഭവിക്കാം. പക്ഷേ ഈ എമർജൻസി എക്സിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ നാളെ ഒരു അപകടം നടക്കുമ്പോൾ അതിൽ ഒരാളെയും ഒരാളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ കൂടുതൽ വളച്ചു നീട്ടുന്നില്ല. നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവിൽ നിന്ന് ദിസ് ഈസ് ദിക്സൻ ടിയോഫിൻ സൈനിങ് ഔട്ട്.